ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ VHP നേതാക്കൾ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ക്രിസ്ത്യൻ കൂട്ടായ്മയായ കാസ രംഗത്ത്. ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം അറിയിച്ചത്. വിശ്വ ഹിന്ദു പ്രവർത്തകരുടെ നടപടി തികച്ചും അനാവശ്യവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തകർക്ക് ചേരാത്തതും കേരളത്തിലെ സവിശേഷ സാഹചര്യം മനസ്സിലാക്കാതെയുമുള്ള ബുദ്ധിശൂന്യമായ പ്രവൃത്തിയുമാണ് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കാസ പറഞ്ഞത്. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. സംഭവം വർഗീയ ചേരിതിരിവിനും രാഷ്ട്രീയ മുതലെടുപ്പിനുമായി ചിലർ ഉപയോഗിക്കുന്നത് തികച്ചും അപഹാസ്യവും അപലപനീയവുമാണ് എന്നും കാസ പറഞ്ഞു. ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഒരു മതത്തിന്റെ മാത്രമായ ആഘോഷങ്ങൾ നടത്തുന്നതിൽ തെറ്റുണ്ടെങ്കിൽ സ്കൂൾ അധികൃതരുടെ നടപടികൾക്കെതിരെ DOയ്ക്കോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കോ പരാതി നൽകുകയോ ആണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം നാടിനും ഈ രാജ്യത്തിനും ഈ ലോകത്തിലെ മാനവരാശിക്കാകമാനവും തന്നെ ഭീഷണിയായ ഇസ്ലാമിക മതമൗലികവാദ തീവ്രവാദത്തിനെതിരെ സംസ്ഥാനത്തിന്റെയും ഈ രാജ്യത്തിന്റെയും തന്നെ രക്ഷയ്ക്കായി ഈ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ക്രിസ്ത്യൻ ഹൈന്ദവ ഐക്യത്തെ തകർക്കാനും ക്രിസ്ത്യാനികളെ ഇവിടത്തെ ഇടതു വലത് കപട മതേതര മുന്നണികൾ എന്നേക്കുമായി അടിമകളായി തളച്ചിടാനുമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി പാലക്കാട് സർക്കാർ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിവാദമാക്കുന്നതിനായി രാജ്യവിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനയ്ക്ക് ഒത്ത് നൃത്തം ചവിട്ടിയ ചില VHP പ്രവർത്തകരുടെ നടപടിയിൽ ശക്തിയുക്തം കാസ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ആ സംഭവത്തിൽ അവർക്കെതിരെ നൽകപ്പെട്ടിരിക്കുന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ സർക്കാർ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രസ്തുത സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കുറ്റക്കാരെ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്നും കാസ സംസ്ഥാന സമിതി ആവശ്യപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഉത്തർപ്രദേശിലെ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തി ഹരേ കൃഷ്ണ ഹരേ റാം വിളിച്ചെത്തിയ ജനക്കൂട്ടം, ആ വാർത്തയും വന്നിട്ടുണ്ട്. ലക്നൌവിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത റോമൻ കത്തോലിക്ക പള്ളിക്ക് പുറത്താണ് ഹരേ കൃഷ്ണ ഹരേ റാം ജനക്കൂട്ടം തടിച്ചുകൂടിയത്. ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി ഇവർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയെന്നാണ് വാർത്ത. ചരിത്രപ്രസിദ്ധമായ ഹസ്രത്ത് ഗഞ്ച് കത്തീഡ്രലിന് സമീപം ഡിസംബർ 25 നടന്ന സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾ സനാതനന്മാരാണ്, ഞങ്ങൾ ക്രിസ്മസ് ആശംസിക്കില്ല, ഹരേ കൃഷ്ണ ഹരേ റാം എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരും പെൺകുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന ഹിന്ദുത്വ സംഘം ഊർജ്ജത്തിൽ നിലവിളിക്കുകയും കൈകൊട്ടുകയും ചെയ്തു എന്നാണ് ഒരു വീഡിയോ പങ്കുവെച്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്നാൽ ക്രിസ്മസ് ആഘോഷത്തിന് ആശംസ അറിയിച്ച് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് താഴെ തെറിവിളിയും ഉപദേശവുമായി മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി അണികൾ രംഗത്തു വന്നു. അതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തി. ഒരുപാട് ഉസ്താദുമാർ സാദിഖ് അലി തങ്ങളെയും മുനവ്വർ അലി തങ്ങളെയും ഒക്കെ മതം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകളും പ്രത്യക്ഷപ്പെട്ടു. ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ നിറയട്ടെ എന്ന കുറിപ്പിന് താഴെ രൂക്ഷമായി പ്രതികരിച്ചവരും ഇതര മതസ്ഥരുടെ ആഘോഷത്തിൽ പങ്കുചേരുന്നത് ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് ഉപദേശിക്കുന്ന പോസ്റ്റുകളുമുണ്ട്. മറ്റു മതസ്ഥരുടെ വിശ്വാസത്തിൽ പങ്കുചേരുന്നത് സ്വന്തം മതത്തോടും വിശ്വാസത്തോടും കാണിക്കുന്ന വഞ്ചനയാണ് എന്നാണ് തങ്ങളുടെ പോസ്റ്റിൽ ഒരാളുടെ പ്രതികരണം. പടച്ചവന് കുഞ്ഞു പിറന്നു എന്ന് പറഞ്ഞ് മറ്റു മതക്കാർ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കുകൊള്ളാനോ ആശംസയർപ്പിക്കാനോ യഥാർത്ഥ മുസ്ലിമിന് സാധിക്കില്ല എന്ന് മറ്റൊരാൾ പ്രതികരിക്കുന്നു. മതസൗഹാർദ്ദം പരസ്പരം ഐക്യത്തിലും കാരുണ്യത്തിലുമാണ് വേണ്ടതെന്നും മതാഘോഷങ്ങളിലും ആരാധനകളിലും അല്ലെന്നും മറ്റൊരാൾ ഉപദേശിക്കുന്നുണ്ട്. ഒരു വിഭാഗം മുസ്ലിം വിശ്വാസികൾ മുനവ്വർ അലിക്കെതിരെ രംഗത്ത് വന്നപ്പോൾ ചെറിയൊരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണച്ചും എത്തി. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന ഈ നാട്ടിൽ രണ്ട് പക്ഷം പിടിക്കാനും ആൾക്കാരുണ്ടാകും. അദ്ദേഹത്തെ പിന്തുണച്ചെത്തിയ ആളുകൾ തുലവും തുച്ഛമാണ്. കാരണം വില്ലനായി നിൽക്കുന്നത് മതമായതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ലീഗിന്റെ കൂട്ടുകെട്ടാണ് ഇതിന് കാരണമെന്നും ഒരു ആശംസാ പോസ്റ്റ് ഇടാൻ പോലും ലീഗ് നേതാക്കൾക്ക് അവകാശമില്ലാതായല്ലോ എന്നും എതിർകക്ഷികൾ ആരോപിച്ചു. കാസയുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിം വിദ്വേഷത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കെ ഈ രീതിയിൽ ആശംസാ കുറിപ്പിന് പോലും
അസഹിഷ്ണുത പ്രകടിപ്പിക്കുമ്പോൾ കേരളത്തിൽ മതപരമായ ചേരിതിരിവിനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ട് നേടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും ഇപ്പോഴത്തെ ഇത്തരം വർഗീയ ചേരിതിരിവിൽ പങ്കുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും ദീപാവലി ആയാലും പെരുന്നാളാണെങ്കിലും നബിദിനമാണെങ്കിലും ഇതൊന്നും മനുഷ്യൻ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് തേടിപ്പോയി അതിൻ്റെ വിശ്വാസങ്ങളെയും അതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിൻ്റെ ഐതിഹ്യങ്ങളെയും അതിൻ്റെ തെളിവുകളെയും ഒന്നും മാന്തിപ്പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയിട്ടല്ല പിന്തുടരുന്നത്. ആധുനിക സമൂഹം അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഏതേതു മേഖലകളായിരുന്നാലും ശരി, ജാതി മത ഭേദമന്യേ അതിനകത്ത് നിന്ന് എന്ത് സന്തോഷമാണോ അവർക്ക് ലഭിക്കുന്നത് അത് നേടാൻ തന്നെയാണ് ശ്രമിക്കാറുള്ളത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പുരോഹിതന്മാരുടെ പുസ്തകങ്ങളിൽ എന്താണ് പറയുന്നത്, അവരതിനെ സംബന്ധിച്ചിട്ട് എന്താണ് വിശദീകരിക്കുന്നത്? അത് കെട്ടുകഥകളാണോ, അത് അന്ധവിശ്വാസമാണോ, പടച്ചവനെ സംബന്ധിച്ചിട്ട് അവര് പറയുന്ന വിരോധാഭാസമാണോ? ശരിക്കു പറഞ്ഞാൽ ഖുർആനിലെ മറിയമിന്റെ കുട്ടിയാണ് പടച്ചവന്റെ കുട്ടി. ബൈബിളിലെ മറിയമിന്റെ കുട്ടിക്ക് വാപ്പയുണ്ട് വേറെ. എന്തായിരുന്നാലും ഈ കഥകളൊന്നും അരിച്ചു പെറുക്കി ഇഴകീറി പരിശോധിച്ചു നോക്കിയിട്ടല്ല നമ്മൾ ക്രിസ്മസ് ആശംസിക്കുന്നതും ഓണാഘോഷം നേരുന്നതും ഒരു അത്തപ്പൂക്കളം ഇടുന്നതും ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്നതും ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നതും ഒന്നും ഇതിന്റെ പിന്നാമ്പുറ കഥകളിലേക്കൊന്നും പോയിട്ടല്ല. ഇതിലൊന്നും യാതൊരു ബന്ധവും ശരിക്കു പറഞ്ഞാൽ ആഘോഷങ്ങളുമായി ഒരാളും ബന്ധപ്പെടുത്താറില്ല. ഇതാണ് സത്യസന്ധമായ വസ്തുത. വളരെ ചെറിയ ഒരു സമൂഹം മാത്രമാണ് എല്ലാ ആഘോഷങ്ങളുടെയും പിന്നാലെ മതത്തെ ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. മതത്തിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ അത്തരം ആഘോഷങ്ങളെയും അത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ തളച്ചിട്ടാൽ മാത്രമേ ചിലർക്കൊരു മനസ്സമാധാനം വരൂ. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സന്തോഷിക്കാൻ, ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ചൊരു ചില സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കപ്പെടാൻ, സമ്മാനപ്പൊതിയും അലങ്കാരങ്ങളും കുറെ ആട്ടവും പാട്ടും കൂത്തും സൽക്കാരങ്ങളും വിരുന്നും കേക്കും അത്തപ്പൂക്കളവും ഓണസദ്യയും ഇതിനൊക്കെ അപ്പുറം അവർക്ക് മതത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. ഈ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളെയും സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ മാത്രമായി വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു പിടി മനുഷ്യർ ഈ കേരളക്കരയിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ കൂടി മനസ്സുകളിലേക്ക് വിഷം വമിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പ്രചാരണങ്ങൾ പടച്ചുവിടുന്നത് ഈ മതത്തിനകത്ത് തളച്ചിടപ്പെട്ട കുറച്ച് ബ്രെയിനുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതിനെ വകവയ്ക്കാതെ വെറും സന്തോഷവും ആഘോഷവും മാത്രമാക്കി ഇത്തരം ചില ആഘോഷ ദിവസങ്ങളെ എടുത്താൽ നമുക്കും സന്തോഷം കിട്ടും, ചുറ്റുമുള്ളവർക്ക് ആ സന്തോഷം പകർന്നു കൊടുക്കാനും കഴിയും. നന്ദി.